നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖത്തറിനെ ഇസ്രായേൽ ഇനി ആക്രമിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പ് നൽകിയെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. കാരണം ഖത്തർ അടക്കമുള്ള മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഒരു ആശങ്കയിലാണ്. ഇനിയും ഇത്തരത്തിൽ ഹമാസ് നേതാക്കൾ ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അവിടെയും വന്ന് ഇസ്രായേൽ ഒരു ആക്രമണം വീണ്ടും നടത്തുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നെതന്യാഹു അത്തരത്തിൽ ഇനി ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. ഈ വാക്കുകൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് ഇനി അറബ് രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും. ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്നും ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ട് വിദേശത്ത് ഇനിയും ആക്രമണം നടത്തിയേക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട്, അതിർത്തി കടന്നും അത് വിനിയോഗിക്കും. ഹമാസിന് ഒരിടത്തും സംരക്ഷണമില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഹമാസിനെതിരെ ട്രംപും കടുത്ത നിലപാടെടുത്തിട്ടുണ്ട്. ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹമാസിനെ തകർക്കുമെന്ന് തന്നെയാണ് അമേരിക്കയും പറഞ്ഞു വെക്കുന്നത്. ഫലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രായേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി നിലപാടെടുത്തിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത അറബ് ലീഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നിവയുടെ ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിലാണ് രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് നിലപാട് പറഞ്ഞത്. അതേസമയം ഖത്തറിനെ ആക്രമിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നെതന്യാഹുവിൻ്റെതാണെന്നും ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ലെന്നാണ് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കാൻ ഹമാസ് ബന്ദികളെ ഭൂഗർഭ അറകളിൽ നിന്ന് മാറ്റിയതായുള്ള വാർത്ത താൻ വായിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർ എന്തിലേക്കാണ് ചെന്ന് ചാടുന്നതെന്ന് ഹമാസിന്റെ നേതാക്കൾക്ക് അറിയാമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ബന്ദികളെ മോചിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആക്രമണത്തെക്കുറിച്ച് US സൈന്യം അറിയിച്ചപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നുവെന്നും അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രായേൽ ഏകപക്ഷീയമായ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരമൊരു ആക്രമണം ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകാനായി ഖത്തർ പ്രധാനമന്ത്രിയും അമീറുമായി ഫോണിൽ സംസാരിച്ചെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഹമാസ് നേതാക്കൾ താമസിച്ച കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ദോഹ ആക്രമണത്തെക്കുറിച്ച് നെതന്യാഹുവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകൻ ട്രംപിനോട് ചോദിച്ചപ്പോൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്നതാണ് എന്റെ സന്ദേശം. അവർ ഹമാസിനെതിരെ ചെയ്യട്ടെ, പക്ഷേ ഖത്തർ അമേരിക്കയുടെ മഹത്തായ സഖ്യകക്ഷിയാണ് എന്നായിരുന്നു മറുപടി. വെള്ളിയാഴ്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായും അത്താഴ വിരുന്നിൽ ട്രംപ് പങ്കെടുത്തിരുന്നു. അത്ഭുതകരമായ വ്യക്തിയാണ് അദ്ദേഹം എന്നായിരുന്നു ട്രംപ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയെ വിശേഷിപ്പിച്ചത്. ആളുകൾ ഖത്തറിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് ഒഴിവാക്കാൻ മികച്ച പബ്ലിക് റിലേഷൻ സംവിധാനം ഖത്തർ ഉണ്ടാക്കണമെന്നും ട്രംപ് പറഞ്ഞു. ഖത്തറിൽ തലസ്ഥാനമായ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്തിന് നേരെയാണ് ഇസ്രായേൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത്. 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഹമാസിനെ നിയന്ത്രിക്കുന്ന ഉന്നത നേതാക്കൾ യോഗം ചേർന്ന കെട്ടിടവും തകർന്നു. ഹമാസിന്റെ ആക്ടിംഗ് മേധാവികളിൽ ഒരാളും പൊളിറ്റിക്കൽ ബ്യൂറോ ഉപതലവനുമായ ഗാലിൽ ഹയ്യ അടക്കം ഉന്നതരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം ആദ്യമാണ്. ഹയ്യയുടെ മകൻ ഹിമാമും ഹയ്യയുടെ ഓഫീസിന്റെ ഡയറക്ടർ ജിഹാദ് ലബാദും ഉൾപ്പെടെ 5 ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ സേനാംഗവുമാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കൻ ജെറുസലേമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സമ്മിറ്റ് ഓഫ് ഫയർ എന്ന പേരിൽ ഇസ്രായേൽ തിരിച്ചടി നടത്തിയത്. 10-ലധികം ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ദൗത്യത്തിന്റെ ഭാഗമായി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവരാണ് ദൗത്യത്തിന് മേൽനോട്ടം വഹിച്ചത്. ദോഹ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ വിമാനങ്ങൾ വഴി ഇസ്രായേൽ ഓരോ ദിവസവും വിതറുന്നുണ്ട്.
ഓരോ ദിവസം നൂറുകണക്കിന് ആളുകൾ പട്ടിണിയിലും ബോംബിങ്ങിലും കൊല്ലപ്പെട്ട് വീഴുമ്പോഴും ഗാസ സിറ്റിയിൽ തന്നെ തുടരുകയാണ് പലസ്തീനികൾ. ഗാസ പിടിക്കാനുള്ള ആക്രമണം ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മാസത്തിനിടെ 10% പേർ മാത്രമാണ് ഒഴിഞ്ഞുപോയത്. എങ്ങനെയും പലസ്തീനികളെ ഒഴിപ്പിച്ച് നാടുകടത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. സ്വമേധയാ കുടിയേറ്റം സംബന്ധിച്ച് നെതന്യാഹു ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു. അടുത്ത മാസം മുതൽ പദ്ധതി ആരംഭിക്കാനാണ് തീരുമാനം. ഗാസ വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിമാനമാർഗമോ കടൽ മാർഗമോ അതിനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ്. ഇതിനുവേണ്ട ചെലവ് വരെ ഇസ്രായേൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞു. പക്ഷേ ഏത് രാജ്യം സ്വീകരിക്കുമെന്ന കാര്യത്തിലാണ് സംശയം നിലനിൽക്കുന്നത്. സൊമാലിയ, സുഡാൻ അടക്കം ചില ഓപ്ഷനുകൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലസ്തീൻ ജനതയുടെ സ്വമേധയാ കുടിയൊഴിപ്പിക്കൽ അടുത്തിടെ ഒരു ഉന്നതതല യോഗത്തിൽ ഇസ്രായേൽ ചർച്ച ചെയ്തിരുന്നു. ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികളുടെ ഭാഗമായി ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇതമാർ ബെൻ ഗുർ എന്നിവരുൾപ്പെടെ പങ്കെടുത്തു. അടുത്ത ആഴ്ച ഇസ്രായേൽ സന്ദർശിക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ഇക്കാര്യം ചർച്ച ചെയ്യും. പലസ്തീനുകളെ സ്വീകരിക്കാൻ പല ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ ചർച്ച നടത്തുന്നതായി ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതുവരെ യാതൊരു കരാറും ഉണ്ടായിട്ടില്ല. സുഡാൻ, ലിബിയ, യുഗാണ്ട, സൊമാലിലാൻഡ് എന്നിവയുമായും ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഏതെങ്കിലും പലസ്തീനുകളെ സ്വീകരിക്കുമോ എന്ന സംശയം ബെസലേൽ സ്മോട്രിച്ച് പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകണമെന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി. ഇത് കാലത്തിന്റെ ദൗത്യമാണ്, നടപ്പാക്കുക തന്നെ വേണമെന്ന് ബെൻഗിർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതൊരു പുതിയ ആശയമല്ല. 2023 തുടങ്ങിയ യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് മന്ത്രി ഗില ഗ്ലാമിയൽ ഗസയിൽ നിന്നുള്ള സ്വമേധയാ കുടിയൊഴിപ്പിക്കൽ പദ്ധതി ക്യാബിനറ്റിന് സമർപ്പിച്ചിരുന്നു. ഗസ ഇറാനിയൻ താവളമായി മാറിയിരിക്കുന്നുവെന്നും സുരക്ഷ പുനഃസ്ഥാപിക്കാൻ സ്വമേധയുള്ള കുടിയേറ്റം മാത്രമാണ് പോംവഴിയെന്നാണ് അവരെന്ന് നിർദ്ദേശിച്ചിരുന്നത്. ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ അവർ എന്ന് കടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഗാസയെ ഭാവിയിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതിയെ കാണുന്നത്. പാലസ്തീൻ സ്റ്റേറ്റ് എന്നത് സംഭവിക്കില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവരുന്നത്. വെസ്റ്റ് ബാങ്കിൽ സെറ്റിൽമെന്റുകൾ വിപുലീകരിക്കുന്നതിനുള്ള കരാറും നെതന്യാഹു ഒപ്പുവെച്ചിട്ടുണ്ട്. ഗാസ സിറ്റിക്കപ്പുറം യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളും ഇസ്രായേൽ അണിയറയിൽ ഒരുങ്ങുന്നു. വിമാനമാർഗമോ കടൽ മാർഗമോ ഗാസയിൽ നിന്ന് പുറത്തു കടക്കാം. ഓരോ പലസ്തീനിയുടെയും പുറത്താക്കൽ $23,000 ലാഭമുണ്ടാക്കുമെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഒരു രാജ്യവും ഇതുവരെ സന്നദ്ധത അറിയിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു വർഷത്തിനുള്ളിൽ പലസ്തീനികൾ തിരികെ മടങ്ങി വരികയാണെങ്കിൽ ഈ പദ്ധതിക്ക് നിക്ഷേപം നടത്തുന്നത് ശരിയല്ലെന്നും സ്മോട്രിച്ച് ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ ഈ പദ്ധതിക്ക് വലിയ തുക ചിലവഴിക്കില്ലെന്നും എന്നാൽ ഇതുമായി മുന്നോട്ടു പോകുമെന്ന് നെതന്യാഹു പ്രതികരിച്ചു. ഗാസയിൽ നിന്നുള്ളവരെ സ്വീകരിക്കാൻ ഈജിപ്തിനെ നിർബന്ധിക്കണമെന്ന് ഗില ഗാംലിയേൽ വാദിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഈജിപ്ത് തുടക്കം തന്നെ ശക്തമായ എതിർപ്പാണ് അറിയിച്ചിരുന്നത്. പലസ്തീനുകളെ പുറത്താക്കി ഗാസയെ ഏറ്റെടുത്ത് മിഡിൽ ഈസ്റ്റിന്റെ റിവിയേര ആയി പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ഫെബ്രുവരിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഗാസയിൽ നിന്ന് പലായനം ത്വരിതപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് പരസ്യമായി അംഗീകരിച്ച് നെതന്യാഹു രംഗത്തെത്തുകയും ഉണ്ടായി. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പലസ്തീനികൾക്ക് സ്വമേധയാ ഗാസ വിടാൻ സഹായിക്കുന്ന ഒരു പ്രതിരോധ മന്ത്രാലയ ഡയറക്ടറേറ്റ് സ്ഥാപിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഗാസയെ ഒരു ഹൈടെക് മാനുഫാക്ചറിംഗ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇതിനായി ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കുക തന്നെ വേണം. ഗാസയിലെ എല്ലാ പലസ്തീനികളെയും റാഫയിലുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയിലേക്ക് നിർബന്ധിതമായി മാറ്റുകയാണ് മറ്റൊരു പദ്ധതി. ഈ ക്യാമ്പിൽ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പ്രവേശിക്കാം, പക്ഷേ പുറത്തു പോകാൻ അനുവദിക്കില്ല. ആദ്യം 60 ലക്ഷം പേരെ മാറ്റി പിന്നീട് ജനസംഖ്യ മുഴുവനായി ഇവിടെ പാർപ്പിക്കും. ഇസ്രായേൽ സൈന്യം പരിസരം നിയന്ത്രിക്കും. ഈ ക്യാമ്പ് കുടിയേറ്റത്തിന്റെ താൽക്കാലിക കേന്ദ്രമായിരിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് വെളിപ്പെടുത്തുകയുണ്ടായി.